നമുക്ക് ഇനി നേരെ പോകേണ്ടത് മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലേക്കാണ്. ദീപക് മോഹൻ, സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പ്, അവിടെ മറ്റ് ക്യാമ്പുകളിൽ നിന്നെത്തിയ ആളുകളടക്കം വന്നിരുന്നു പ്രധാനമന്ത്രിയെ കാണുന്നതിന്. പ്രധാനമന്ത്രി അതിൽ ഓരോരുത്തരോടും, ചെറിയ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട്, പ്രായമായ മനുഷ്യരുണ്ട്, സ്ത്രീകളുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞു, അവർക്കൊപ്പമുണ്ടെന്ന് അദ്ദേഹം ആശ്വസിപ്പിച്ചു. കൂടുതൽ സഹായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഈ ക്യാമ്പിലുള്ള ആളുകളോട് ഇനി എന്ന് മുൻപോട്ടുള്ള ജീവിതത്തിൽ ഭാവിക്കും പ്രതീക്ഷയുമായി കേരളത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചത്. നേരത്തെ നമ്മൾ അവിടെയുള്ള ആളുകളുമായിട്ട് പ്രതികരണം എടുത്തിരുന്നു. ആ സമയത്താണ് ഈ തരത്തിലുള്ളൊരു കാര്യം നടന്നതായി നമുക്ക് മനസ്സിലായത്. പ്രധാനമന്ത്രി ആദ്യം സെന്റ് ജോസഫ് സ്കൂളിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഈ മേപ്പാടിയിലും ചൂരൽമലയിലുള്ള ആളുകളെയാണ് ആദ്യം സന്ദർശിച്ചത്. അതിനുശേഷം അവിടെയുള്ള സ്ത്രീകളോട് അടക്കം സംസാരിച്ചു. അവർക്ക് ഒരു ശുഭപ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകിയതിനു ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നു, ഈ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുന്നു. അത് വലിയ ആശ്വാസം തന്നെയാണ് ആ മേഖലയിലുള്ളവർക്കെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. കാരണം അവരുടെ എല്ലാം വാക്കുകളിൽ നിന്നെല്ലാം ആ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. കാരണം പുനരധിവാസ പാക്കേജുകളെ പറ്റി അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന തുകയുടെ സംഖ്യയെ പറ്റിയെല്ലാമുള്ള ആശങ്കകൾക്കപ്പുറത്ത് ഈ രാജ്യം തന്നെ ഈ ദുരന്തബാധിതർക്കൊപ്പമുണ്ട്, ഞങ്ങളോടൊപ്പമുണ്ട്, ഈ വയനാടിനോടൊപ്പമുണ്ട് എന്നുള്ള ഒരു വികാരമാണ് അവരിൽ പലരിലും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അവരെല്ലാം പറഞ്ഞത് തങ്ങളുടെ തോളിൽ തട്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്, കുഴപ്പമില്ല, അല്ലെങ്കിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കൂ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പങ്കുവെക്കുമ്പോൾ ഈ രാജ്യം തന്നെ ഈ ജനതയോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വികാരമാണ് അവരിൽ പലരും ഉണ്ടായിട്ടുള്ളത്. ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അരുൺ ഉൾപ്പെടെയുള്ള, നേരത്തെ സുജിയ സൂചിപ്പിച്ചതുപോലെ അവന്തിക ഉൾപ്പെടെ, ഈ ദുരന്തം അനാഥമാക്കിയിട്ടുള്ള അവന്തിക ഉൾപ്പെടെയുള്ളവരോട് പ്രധാനമന്ത്രി വളരെ വാത്സല്യത്തോടു കൂടി ആ കൊച്ചുമോളെ ചേർത്ത് പിടിക്കുകയാണ്. അതായത് നമ്മളെയൊക്കെ അത്രയധികം നൊമ്പരപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു ആശ്വാസത്തിന്റെ ചേർത്ത് നിർത്തലായി ഈ രാജ്യം തന്നെ കണക്കാക്കുകയാണ് അവന്തികയെ. ആ അവന്തിക മോളെ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുമ്പോൾ അനാഥമാവില്ല എന്നുള്ള ഒരു ഒറ്റ വികാരം തന്നെയാണ് ആ ഒരു ചേർത്ത് പിടിക്കലിലൂടെ ഈ രാജ്യം പ്രഖ്യാപിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനോടൊപ്പം തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റ് ഈ ചികിത്സയിൽ കഴിയുന്നവരോടും പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. എല്ലാവരോടും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്കെല്ലാം അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സയിൽ കഴിയുന്നവരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളവരോട്, അല്ലെങ്കിൽ വലിയ തോതിൽ പരിക്കേറ്റവരോടെല്ലാം തന്നെ അങ്ങനെ 5 പേരോട് മാത്രമാണ് ആ ആശുപത്രിയിൽ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ബാക്കി എല്ലാവരോടും തന്നെ കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹം ആ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരോടെല്ലാം അദ്ദേഹത്തിന്റെ ഈ ദുരന്തത്തിനോടുള്ള, ഈ നാടിനോടുള്ള ഐക്യപ്പെടൽ പങ്കുവച്ചിട്ടുണ്ട്. അവന്തിക മോളെയും അതുപോലെ തന്നെ അരുണിനെയും അനിലിനെയും റെജിനെയും എല്ലാം ചേർത്ത് പിടിക്കുമ്പോൾ രാജ്യം നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള വികാരം തന്നെയാണ് അദ്ദേഹവും പങ്കുവെച്ചുള്ള വലിയ ആശ്വാസത്തിന്റെ ഒരു ചേർത്ത് നിർത്തലാണ് പ്രധാനമന്ത്രി ഈ ജനതയോട്, വയനാടിനോട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ചേർത്ത് നിർത്തൽ ഇന്ന് വിംസ് ആശുപത്രിയിലെ ജനറൽ വാർഡിൽ, 2ാം നിലയിലെ ജനറൽ വാർഡിലും